നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഡോണറ്റ് ഉണ്ടാക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ, പിന്നെ 1 സ്പൂൺ പാൽപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, ഒരു 1/2 സ്പൂൺ സോഡാപ്പൊടി, ഒരു സ്പൂൺ എണ്ണ, ഇനി ഒരു മുട്ടയും കൂടി ചേർക്കണം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കുഴയ്ക്കാൻ നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം എണ്ണ പുരട്ടിയിട്ട് ഇത് ഉരുട്ടി ചപ്പാത്തി പരുവത്തിൽ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുട്ടിയെടുത്ത് 20 മിനിറ്റ് ഒന്ന് ഇത് റെഡിയായി വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് ഡോണറ്റിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു 3 ഡയറി മിൽക്ക് എടുത്ത് അത് പൊട്ടിച്ച് ഒരല്പം പാലൊഴിച്ച് ചൂടുപാത്രത്തിൻ്റെ മുകളിൽ വെച്ച് സിറപ്പാക്കി എടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കി എടുക്കാം. ഈ പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് ചൂടായിട്ട് ഉരുകി ക്രീം പോലെ ആയിട്ട് വന്നോളും. നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഡോണറ്റിൻ്റെ മേളിൽ ഒഴിക്കാനുള്ള ഡോണറ്റിന് മേലിൽ ഒഴിക്കാനുള്ള നമ്മുടെ സിറപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഡോണറ്റിൻ്റെ മീതയിൽ ഇടാനുള്ള സ്പ്രിങ്കിൾസിന് പകരം ജെയിംസ് മിഠായി അത് പൊടിച്ച് നമുക്ക് എടുക്കാം. അത് അതിൻ്റെ മുകളിൽ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഡോണറ്റ് നമുക്ക് പരത്തിയെടുക്കാം. അതിന് ഡോണറ്റ് കട്ടറിന് പകരം ഞാനിവിടെ എടുക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ പാത്രവും ഇതിങ്ങനെ ഒരു ചെറിയ മൂടി. ഇത് മതിയാവും നമുക്ക് നല്ല ഡോണറ്റ് കട്ടറായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്കിത് പരത്താം. ചപ്പാത്തി പലകയിൽ നമുക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാവിനെ വയ്ക്കാം. കൈ കൊണ്ട് പരത്തിയിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് കനത്തിൽ പരത്തിയെടുക്കാം. ഇതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ പാത്രം വയ്ക്കുന്നു. എന്നിട്ടത് വട്ടത്തിലാക്കി ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കും. ഇനി ഇതിൻ്റെ നടുവിലേക്ക് ഇത് വെച്ചിട്ട് ഒത്ത നടുക്ക് വെച്ച് ഹോളിടാം. ഇപ്പം നമ്മുടെ ഡോണറ്റിനുള്ള മാവ് റെഡി.
ബാക്കി വന്ന മാവ് മുറിച്ചതിൻ്റെ ബാലൻസ് മാവ് വീണ്ടും ഞാൻ പരത്തി വീണ്ടും നമ്മൾ അടുത്ത ഡോണറ്റ് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റിനെ വറുത്തെടുക്കാം. നമ്മൾ ഡോണറ്റ് വറക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതായി എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡോണറ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡോണറ്റ് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ട് ചുവന്ന് വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. നമ്മുടെ ഡോണറ്റ് റെഡിയായി. നമുക്കിനി ചോക്ലേറ്റിൽ മുക്കി ഇതിനെ അലങ്കരിച്ചെടുക്കാം. ഇപ്പോൾ അമേരിക്കൻ ഡോണറ്റ് പോലെ അടിപൊളിയായിട്ടുള്ള ഡോണറ്റായിട്ട് ഇത് മാറി. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് ഒന്ന് ഭംഗിയാക്കാം. ഭംഗി മാത്രമല്ല രുചിയുമാണ്. അടിപൊളി ഡോണറ്റ് റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പറാണ്.